ഈ തെരഞ്ഞെടുപ്പ് അതിനുശേഷം കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മാസങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ പുതിയ MLA-ക്ക് നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ടതായി വരുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് പക്ഷേ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെല്ലുവിളിയാണോ അതോ നിങ്ങൾക്ക് ആവേശം പകരുന്നതാണോ? രാഷ്ട്രീയമായ ചോദ്യമാണ്. രണ്ടുപേരിലേക്കും. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാവും. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ 9 വർഷക്കാലത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് ഞങ്ങൾ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതോടുകൂടി തീർച്ചയായും ഈ നിലമ്പൂരുകാരനായ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള കേരളത്തിലെ പുരോഗമന വിശ്വാസികളുടെ അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ മനസ്സുകളുടെ ആവേശമായ സ്വരാജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ നിലമ്പൂരിൽ നിന്ന് ഇവിടെ വിജയിക്കുന്നതോട് കൂടി തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനെ തുടർന്ന് 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാമതൊരു അവസരത്തിലേക്ക് തുടർച്ചയായി മൂന്നാമത് ഒരു ഭരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും. തീർച്ചയായും ഈ രാജ്യത്തിനാകെ നീതി ആയോഗ് ഉൾപ്പെടെ പറയുന്ന പോലെ മാതൃകയായി വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളിൽ നോക്കൂ, ശിശു മരണനിരക്കില്ലാത്ത, മരണനിരക്കില്ലാത്ത അടിസ്ഥാന മേഖലകളിലെല്ലാം വികസനത്തിൻ്റെ സൂചിക്ക് തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലായി അത് മാറും. തുടർച്ചയായി ഈ ഗവൺമെൻറ് 3-ാം അംഗത്തിലേക്ക് പോകും.